ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ടുകൊണ്ടായിരുന്നു ബ്രസീലിന് പുറത്തു പോവേണ്ടി വന്നത്. ഒരു ഘട്ടത്തിൽ നെയ്മർ ജൂനിയർ ഒരു കിടിലൻ ഗോൾ നേടിയപ്പോൾ ബ്രസീൽ വിജയിക്കുമെന്നും മുന്നോട്ട് പോകുമെന്നും എല്ലാവരും വിശ്വസിച്ചിരുന്നു. പക്ഷേ പിന്നീട് ക്രൊയേഷ്യ തിരിച്ചടിച്ചു. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു. അതിനുശേഷം പൊട്ടിക്കരയുന്ന ഒരു നെയ്മർ ജൂനിയറെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ ഒരു ദുഃഖത്തോടു കൂടിയായിരുന്നു അദ്ദേഹം കളിക്കളം വിട്ടിരുന്നത്. അതേക്കുറിച്ച് നെയ്മർ ജൂനിയർ തൻ്റെ പുതിയ അഭിമുഖത്തിൽ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടതിന് ശേഷം തൻ്റെ ശവസംസ്കാരം പോലെയാണ് അന്ന് തനിക്ക് അനുഭവപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അത്രയേറെ മൂകതയായിരുന്നു തന്നെ അലട്ടിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായതിനു ശേഷം ഞാൻ എൻ്റെ കുടുംബത്തെ കാത്തു നിൽക്കുകയായിരുന്നു. അവർ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് ഇരുന്നു. എല്ലാവരും നിശബ്ദരായിരുന്നു. എന്താണ് പറയേണ്ടത് എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ ഏതോ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നുവോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഒടുവിൽ എൻ്റെ മകനാണ് എന്നോട് സംസാരിച്ചത്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എൻ്റെ ഹീറോയാണ് എന്ന് എൻ്റെ മകൻ എന്നോട് വന്ന് പറഞ്ഞു. എനിക്കപ്പോൾ കരച്ചിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഒരു വേൾഡ് കപ്പിലെ തോൽവി തന്നെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് നെയ്മർ ജൂനിയർ വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മികച്ച പ്രകടനമായിരുന്നു നെയ്മർ അന്ന് നടത്തിയത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ബ്രസീലിന് പുറത്താവേണ്ടി വരികയായിരുന്നു. ഇനിയിപ്പോൾ നെയ്മറുടെ മുന്നിലുള്ള അവസാന അവസരം അടുത്ത വേൾഡ് കപ്പാണ്. അതിനുവേണ്ടി പരമാവധി മികച്ച രൂപത്തിൽ തയ്യാറെടുക്കാനാണ് നെയ്മർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.